ബോർ ആറ്റം മോഡലിൻ്റെ മെറിറ്റിൽ നമ്മൾ പഠിച്ചു. എനർജി കാണാനുള്ള ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാം. എനർജി കാണാൻ പല ഇക്വേഷനുകളുണ്ട്. ഓരോന്നും ഉപയോഗിക്കേണ്ടത് ഓരോ യൂണിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് എനർജി ഓഫ് ഓർബിറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ എനർജി കാണാം. എനർജി En ഈക്വൽ ടു ഇക്വേഷൻ ഏതാ? -1312 1312 കിലോ ജൂൾ പെർ മോൾ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ. കിലോ ജൂൾ പെർ മോൾ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ. എൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനർജി ഈക്വൽ ടു -1312 കിലോ ജൂൾ പെർ മോൾ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ. വേറൊരു ഇക്വേഷൻ നോക്ക്. എനർജി En ഈക്വൽ ടു -2.18 ഇൻറ്റു 10⁻⁻18 ജൂൾ പെർ ആറ്റം ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ. -2.18 ഇൻറ്റു 10⁻⁻18 ജൂൾ പെർ ആറ്റം ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ. പിന്നെ എനർജി കാണാനുള്ള ഇക്വേഷനോ -13.6 വോൾട്ട് പെർ ആറ്റം ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കിലോ ജൂള്, ഇവിടെ ജൂൾ പെർ ആറ്റം, ഇവിടെ കിലോ ജൂൾ പെർ മോൾ, ജൂൾ പെർ ആറ്റം, വോൾട്ട് പെർ ആറ്റം. അപ്പോൾ ഇവിടുത്തെ യൂണിറ്റിനനുസരിച്ചാണ് ഈ വാല്യൂ ഉണ്ടായിരിക്കുക. ഇപ്പോൾ കിലോ ജൂൾ പെർ മോൾ ആയപ്പോഴോ -1312 ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ. ജൂൾ പെർ ആറ്റം യൂണിറ്റിലാണെങ്കിലോ -2.18 ഇൻറ്റു 10⁻⁻18 ബൈ എൻ സ്ക്വയർ. ദെൻ ഹിയർ വോൾട്ട് പെർ ആറ്റം എന്നുള്ള യൂണിറ്റിൽ വരികയാണെങ്കിൽ -13.6 ബൈ എൻ സ്ക്വയർ. പിന്നെ ഡെൽറ്റ ഇ ഈക്വൽ ടു എനർജി ഡിഫറൻസ് ഡെൽറ്റ ഇ ഈക്വൽ ടു En2 - En1 വിച്ച് ഈസ് ഈക്വൽ ടു 2.18 ഇൻറ്റു 10⁻⁻18 ഇൻറ്റു 1/n1 സ്ക്വയർ -1/n2 സ്ക്വയർ ജൂൾ പെർ ആറ്റം. ഡെൽറ്റ ഇ എനർജി ഡിഫറൻസ് ഡെൽറ്റ ഇ ഈക്വൽ ടു En2 - En1 ഈക്വൽ ടു 2.18 ഇൻറ്റു 10⁻⁻18 1/n1 സ്ക്വയർ -1/n2 സ്ക്വയർ. പിന്നെ ഫോർ ഹൈഡ്രജൻ ലൈക്ക് പാർട്ടിക്കിൾ, നമ്മൾ ഈ പറഞ്ഞതൊക്കെ ഹൈഡ്രജൻ്റെ കേസാണ്. ഹൈഡ്രജൻ ലൈക്ക് പാർട്ടിക്കിൾ ആണെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം? അതായത് ഹൈഡ്രജൻ ലൈക്ക് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ ഉള്ളത് He+. എത്ര ഇലക്ട്രോണാണ്? ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2 ആണ്. ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആയി. ലിഥിയം 2+, നമ്പർ ഓഫ് ഇലക്ട്രോൺ 1. അത്തരം കേസിൽ നമുക്ക് En ഈക്വൽ ടു -2 π സ്ക്വയർ me⁴ z² ബൈ n² h² എന്നുള്ള ഫോർമുല ഉപയോഗിക്കാം. m മാസ് ഓഫ് ഇലക്ട്രോൺ, e ചാർജ്, z അറ്റോമിക് നമ്പർ, n പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ഇതിനൊക്കെ നമ്മൾ സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 3 രൂപത്തിലുള്ള ഇക്വേഷനിലേക്കും വരാൻ പറ്റുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് എന്ത് പറയാം? En ഈക്വൽ ടു -2 π സ്ക്വയർ me⁴ z² ബൈ n² h² എന്ന് ഉപയോഗിക്കാം. ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരാറുള്ളത് ഈ 2 ഇക്വേഷനാണ്. ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം വരാറുള്ളത്. പിന്നെ അതേപോലെ തന്നെ റേഡിയസ് ഓഫ് nth ഓർബിറ്റ് എങ്ങനെ കാണാം? nth ഓർബിറ്റിൻ്റെ റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ Rn, റേഡിയസ് ഓഫ് nth ഓർബിറ്റ് ഈസ് ഈക്വൽ ടു 0.529 ആങ്സ്ട്രം ഇൻറ്റു n². Rn ഈക്വൽ ടു 0.529 ആങ്സ്ട്രം ഇൻറ്റു n². ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനുകളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കണം. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ എനർജി അസോസിയേറ്റഡ് വിത്ത് ദ സെക്കൻഡ് ഓർബിറ്റ് ഓഫ് Be2+. The second orbit of Be2+ and the radius of this orbit. അത് ബെറിലിയം 2+ൻ്റെ സെക്കൻഡ് ഓർബിറ്റിൻ്റെ എനർജി കാണണം, ആ ഓർബിറ്റിൻ്റെ തന്നെ റേഡിയസും കാണണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എനർജി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഒരുപാട് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. En ഈക്വൽ ടു -2.18 into
10 raised to minus 18. 2.18 into 10 raised to minus 18 z square by n square. Z square by n square ജൂൾ പെർ ആറ്റം അല്ലേ? ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? ജൂൾ പെർ ആറ്റം മൈനസ് 2.18 ഇൻറ്റു 10 റേസ് ടു മൈനസ് 18. നമ്മൾ പഠിച്ചിടത്ത് സെഡ് സ്ക്വയർ പറഞ്ഞിട്ടില്ല. കാരണം ഹൈഡ്രജൻ്റെ കേസ് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. സെഡ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പറാണ്. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആ സെഡ് സ്ക്വയർ എന്നുള്ള ഏരിയ അവിടെ പറയാത്തത്. അപ്പോൾ മൈനസ് 2.18 ഇൻറ്റു 10 റേസ് ടു മൈനസ് 18 സെഡ് സ്ക്വയർ ബൈ എൻ സ്ക്വയർ, അത്രയും ജൂൾ പെർ ആറ്റം. ഇനി നോക്ക്, ഇവിടെ സെഡും എന്നും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നോക്ക്, ബെറിലിയം 2+ ആണ് നമ്മളെ കേസ്. ബെറിലിയം 2+. ഇപ്പോൾ ബെറിലിയം 2+ൻ്റെ കേസിൽ സെഡ് ഈക്വൽ ടു എത്ര വരും? ബെറിലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ, സെഡ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ ആണ്. സോ സെഡ് ഈക്വൽ ടു 4. സെക്കൻഡ് ഓർബിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ n ഈക്വൽ ടു എത്രയാണ്? 2. സെക്കൻഡ് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ n ഈക്വൽ ടു 2. അപ്പോൾ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ മൈനസ് 2.18 ഇൻറ്റു 10 റേസ് ടു മൈനസ് 18 സെഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 സ്ക്വയർ ബൈ എൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ, അത്രയും ജൂൾ പെർ ആറ്റം. അപ്പോൾ അതിന് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുക മൈനസ് 8.72 ഇൻറ്റു, കാൽക്കുലേറ്ററിൽ കൃത്യമായിട്ട് സോൾവ് ചെയ്യണം. മൈനസ് 8.72 ഇൻറ്റു 10 റേസ് ടു മൈനസ് 18. 10 റേസ് ടു മൈനസ് 18 ജൂൾ എന്ന് കിട്ടും. എനർജി മൈനസ് 8.72 ഇൻറ്റു 10 റേസ് ടു മൈനസ് 18 ജൂൾ. ഇനി നമുക്ക് റേഡിയസ് കാണണം. റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. Rn ഈക്വൽ ടു 0.529 ആങ്സ്ട്രോം എൻ സ്ക്വയർ എന്നാണ് പഠിച്ചിട്ടുള്ളത്. അത് ഹൈഡ്രജൻ്റെ കേസായിരുന്നു. ഇവിടെ നമ്മൾ അധികം നമുക്ക് നാനോമീറ്ററിലേക്ക് മാറ്റിയിട്ടൊക്കെയാണ് അവർ ചെയ്യാൻ പറയുക. അപ്പോൾ നമ്മൾ നാനോമീറ്ററിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്. Rn ഈക്വൽ ടു 0.0529 0.0529 നാനോമീറ്റർ ഇൻറ്റു എൻ സ്ക്വയർ ബൈ സെഡ്. റേഡിയസ് കാണാൻ ഈ ഇക്വേഷൻ ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. 0.0529 അത്രയും നാനോമീറ്റർ ഇൻറ്റു എൻ സ്ക്വയർ ബൈ സെഡ്. എൻ നമ്മളിവിടെ കണ്ടു 2, സെഡ് 4. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 0.0529 ഇൻറ്റു 2 സ്ക്വയർ ബൈ 4. 2 സ്ക്വയർ ബൈ 4. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുക 0.0529 അല്ലേ? 2 സ്ക്വയർ 4, ഇവിടെ 4ഉം ഡിവൈഡ് ചെയ്യാം. സോ 0.0529 നാനോമീറ്റർ. അപ്പോൾ റേഡിയസ് ഓഫ് ഓർബിറ്റ് എത്രയാണ്? 0.0529 നാനോമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എനർജി കാണാൻ പഠിച്ചു, റേഡിയസ് കാണാനും പഠിച്ചു. റേഡിയസ് കാണുമ്പോൾ 0.0529 നാനോമീറ്റർ ഇൻറ്റു എൻ സ്ക്വയർ ബൈ സെഡ്. സെഡ് അറ്റോമിക് നമ്പറിനെയാണ് സൂചിപ്പിക്കുക. ഓക്കെ, n പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. ആ സെക്കൻഡ് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ n 2 ആവും. ഫസ്റ്റ് ഓർബിറ്റ് ആണെങ്കിൽ n 1 ആവും. തേർഡ് ഓർബിറ്റ് ആകുമ്പോൾ n 3 ആവും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് ഓഫ് ദ ഫോട്ടോൺ emitted during transition from n equal to 5 to n equal to 3. n equal to 3 state in hydrogen atom. അത് n equal to 5-ൽ നിന്ന് n equal to 3-ലേക്ക് ഇലക്ട്രോൺ ട്രാൻസിഷൻ നടക്കുക. അത് n1 ഈക്വൽ ടു അപ്പോൾ എത്രയായിട്ട് എടുക്കണം? 5, n2 ഈക്വൽ ടു 3. അങ്ങനെ ട്രാൻസിഷൻ നടക്കുന്ന കേസിൽ അതിൻ്റെ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും കാണണം. ശ്രദ്ധിക്കേണ്ടത് ഫ്രീക്വൻസി ന്യൂ കാണാനുള്ളൊരു ഇക്വേഷൻ ആൻസറിലേക്ക് നമ്മൾ വരികയാണ്. ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച്. ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച്. ഡെൽറ്റ ഇ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം.
ഡെൽറ്റ ഇ ഈക്വൽ ടു ഏതാ ഇക്വേഷൻ ആർ എച്ച് ഇൻറ്റു അത് റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് ആർ എച്ച് ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ ആർ എച്ച് ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ. ശ്രദ്ധിക്കേണ്ടത് എനർജിയാണ്, ജൂൾ എന്നുള്ള യൂണിറ്റിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരിക. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ആർ എച്ചിൻ്റെ വാല്യൂ എത്രയാണ് കൊടുക്കുക 2.18 ഇൻറ്റു 10⁻⁻18 2.18 ഇൻറ്റു 10⁻⁻18 ജൂൾ ഇൻറ്റു 1/n1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര വരിക 5 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ എന്ന് പറഞ്ഞാലോ 3 സ്ക്വയർ. അപ്പോൾ 5 സ്ക്വയർ മൈനസ് 1/3 സ്ക്വയർ. നമ്മളതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സോ വി ഗെറ്റ് ഡെൽറ്റ ഇ ഈക്വൽ ടു ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് 1.55 ഇൻറ്റു 10⁻⁻18 ജൂൾ മൈനസ് 1.55 ഇൻറ്റു 10⁻⁻18 ജൂൾ. ഇറ്റ് റെപ്രസെൻറ്റ് എമിഷൻ എനർജി. ഇതെന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുക? എമിഷൻ എനർജിയെ റെപ്രസെൻറ്റ് ചെയ്യും. ഇനി നോക്കൂ, ഇപ്പോൾ നമുക്ക് ഡെൽറ്റ ഇയുടെ വാല്യൂ കിട്ടി, ഫ്രീക്വൻസി ന്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ ഡെൽറ്റ ഇയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു ഡെൽറ്റ ഇയുടെ വാല്യൂ മൈനസ് 1.55 ഇൻറ്റു 10⁻⁻18 ഡിവൈഡഡ് ബൈ എച്ചിൻ്റെ വാല്യൂ. എച്ച് ഈസ് ദ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. ഇറ്റ്സ് വാല്യൂ ഈസ് 6.626 ഇൻറ്റു 10⁻⁻34 6.626 ഇൻറ്റു 10⁻⁻34. On solving we get nu equal to ഇത് രണ്ടും നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു 2.34 ഇൻറ്റു 10 എത്ര കിട്ടും? 2.34 ഇൻറ്റു 10⁻14 ഹെഡ്സിന് കിട്ടും. 10⁻14 ഹെഡ്സ്. ഫ്രീക്വൻസി 2.34 ഇൻറ്റു 10⁻14 ഹെഡ്സ്. അപ്പോൾ നമുക്ക് ന്യൂ കിട്ടി. ഇനി നമുക്ക് എന്ത് കാണണം? ഇപ്പോൾ ഫ്രീക്വൻസി കിട്ടി, ദെൻ നമുക്ക് വേവ് ലെങ്ത് കാണണം. വേവ് ലെങ്ത് എന്താണ്? ലാംഡ. ലാംഡ ഈക്വൽ ടു എന്താണ്? c/ന്യൂ. ലാംഡ ഈക്വൽ ടു c/ന്യൂ. അപ്പോൾ നമുക്ക് വേവ് ലെങ്ത് ലാംഡയിലേക്ക് പോവാം. ലാംഡ ഈക്വൽ ടു c/ന്യൂ. Lambda equal to c/ന്യൂ. Here c is the velocity of light. Velocity of light എത്രയാണ്? 3.8 ഇൻറ്റു velocity of light 3.8 ഇൻറ്റു 10⁻8 meter per second divided by here nu is 2.34 ഇൻറ്റു 10⁻14 2.34 into 10⁻14. So last we get lambda equal to 1624 nanometer. Our wavelength lambda is equal to 1624 nanometer. Okay. Then limitations of Bohr atom model. Bohr atom model inde limitation അതായത് demerituകൾ എന്തൊക്കെയാണ്? First one, this model cannot explain the spectra of multi-electron atoms. അതായത് ഹൈഡ്രജൻ സ്പെക്ട്രത്തെ പറ്റി കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തെങ്കിൽ കൂടെ ഹൈഡ്രജൻ അല്ലാത്ത കൂടുതൽ ഇലക്ട്രോൺസ് വരുന്ന ആറ്റത്തിൻ്റെ സ്പെക്ട്രത്തെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ ആറ്റം മോഡലിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ദിസ് മോഡൽ കനോട്ട് എക്സ്പ്ലെയിൻ ഓർ ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ ദ സ്പെക്ട്ര ഓഫ് മൾട്ടി ഇലക്ട്രോൺ ആറ്റംസ്. അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ത് കൊടുക്കാം? fails to explain the spectra of multi-electron atoms. ഒരുപാട് ഇലക്ട്രോൺ ഉള്ള ആറ്റത്തിൻ്റെ സ്പെക്ട്രയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ ആറ്റം മോഡലിന് കഴിഞ്ഞിട്ടില്ല.
പിന്നെ ബോർ ആറ്റം മോഡലിൻ്റെ പ്രധാനപ്പെട്ട ഡീമെറിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക, ഇറ്റ് ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ സീമൻ എഫക്റ്റ് ആൻഡ് സ്റ്റാർക്ക് എഫക്റ്റ്. ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ എന്തിനൊക്കെ? സീമാൻ എഫക്റ്റ് ആൻഡ് സ്റ്റാർക്ക് എഫക്റ്റ്. സീമാൻ എഫക്റ്റ് ആൻഡ് സ്റ്റാർക്ക് എഫക്റ്റ്. സീമാൻ എഫക്റ്റും സ്റ്റാർക്ക് എഫക്റ്റും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് സീമാൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ? സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻ ഇൻ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഈ സ്പെക്ട്രൽ ലൈനുകൾ, ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന ഈ ലൈനുകളൊക്കെ എന്താ സ്പ്ലിറ്റ് ചെയ്യാൻ തുടങ്ങും. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഈ സ്പെക്ട്രൽ ലൈൻസിൻ്റെ സ്പ്ലിറ്റിംഗ്, അതിനെ വിളിക്കുന്ന പേര് സീമാൻ എഫക്റ്റ് എന്നാണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് സ്റ്റാർക്ക് എഫക്റ്റ് എന്നാണ്. അതായത് ബോർ മോഡൽ ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ ദ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ദാറ്റ് ഈസ് സീമൻ എഫക്റ്റ്, ആൻഡ് ഇൻ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇറ്റ് ഈസ് സ്റ്റാർക്ക് എഫക്റ്റ്. ആ സ്റ്റാർക്ക് എഫക്റ്റും സീമൻ എഫക്റ്റും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ മൂന്നാമതായിട്ട് പറയാൻ പറ്റുക, ദിസ് മോഡൽ കനോട്ട് എക്സ്പ്ലെയിൻ ഷേപ്പ് ഓഫ് ഓർബിറ്റൽസ്. The model cannot explain the shape of orbital. ഓർബിറ്റലുകളുടെ ഷേപ്പിനെ പറ്റി പറയാൻ ബോർ ആറ്റം മോഡലിന് കഴിഞ്ഞിട്ടില്ല, ഷേപ്പ്. പിന്നെ ബോർ മോഡൽ ഈസ് നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ഡുവൽ നാച്ചർ ഓഫ് ഇലക്ട്രോൺ ആസ് സജസ്റ്റഡ് ബൈ ഡി ബ്രോളി, ബിക്കോസ് ബോർ കൺസിഡേർഡ് ഇലക്ട്രോൺ ആസ് ഓൺലി പാർട്ടിക്കിൾ. അതായത് ബോർ മോഡൽ, ഇപ്പം ഡി ബ്രോളി ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഡി ബ്രോളി സജസ്റ്റ് ചെയ്തതനുസരിച്ച് ഇലക്ട്രോണുകൾ ഡുവൽ നാച്ചർ കാണിക്കും. ആ രൂപത്തിലല്ല ബോർ ആറ്റം മോഡൽ പറയണത്. പിന്നെ ബോർസ് ഐഡിയ ഓഫ് വെൽ ഡിഫൈൻഡ് ഓർബിറ്റൽ ഈസ് കോൺട്രറി ടു ദ മോഡേൺ ഐഡിയ ഓഫ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അതേപോലെ ഡി ബ്രോളിയുടെ ഇക്വേഷൻ, ഇതൊന്നും ആരും ഒബേ ചെയ്യണില്ല, ബോർ ആറ്റം മോഡൽ ഒബേ ചെയ്യണില്ല. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് 3 ഡീമെറിറ്റുകൾ അല്ലെങ്കിൽ ലിമിറ്റേഷൻ നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, മൾട്ടി ഇലക്ട്രോൺ ആറ്റത്തിൻ്റെ കേസിൽ സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ ആറ്റം മോഡലിന് കഴിഞ്ഞിട്ടില്ല. പിന്നെ സ്റ്റാർക്ക് എഫക്റ്റും സീമൻ എഫക്റ്റും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു. സീമൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. സ്റ്റാർക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞാലോ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ് പ്രധാനമായിട്ടും ബോർ ആറ്റം മോഡലിൻ്റെ ഡീമെറിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. ദെൻ നമ്മൾ ആറ്റത്തിൻ്റെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എന്നുള്ള പുതിയ ഒരു കൺസെപ്റ്റിലേക്ക് വരികയാണ്. അവിടെ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഡുവൽ നാച്ചർ ഓഫ് മാറ്റർ. മാറ്റർ, പദാർത്ഥങ്ങൾ, അതിനും എന്തുണ്ട്? ഡുവൽ നാച്ചർ ഉണ്ട്. അതായത് പാർട്ടിക്കിൾ നാച്ചറും വേവ് നാച്ചറും. പദാർത്ഥങ്ങൾക്കും അല്ലെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്തുണ്ട്? 2 സ്വഭാവമുണ്ട്, പാർട്ടിക്കിൾ നാച്ചർ ആൻഡ് വേവ് നാച്ചർ. അതേപോലെ തന്നെ മാറ്റർ ഓൾസോ ഷോസ് 2 ബിഹേവിയർ, പാർട്ടിക്കിൾ നാച്ചർ ആൻഡ് വേവ് നാച്ചർ. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട റിലേഷനാണ് ഡി ബ്രോളി റിലേഷൻ. എന്താണ് ഡി ബ്രോളിയുടെ പ്രിൻസിപ്പിൾ എന്ന് നമ്മൾ ആദ്യം നോക്കണം. എവ്രി മൂവിങ് മെറ്റീരിയൽ പാർട്ടിക്കിൾ ഈസ് അസോസിയേറ്റഡ് വിത്ത് എ വേവ് നോൺ ആസ് മാറ്റർ വേവ്. എവ്രി മൂവിങ് മെറ്റീരിയൽ പാർട്ടിക്കിൾ, മൂവ് ചെയ്യുന്ന എല്ലാ പാർട്ടിക്കിളും വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ വേവ്, ഒരു വേവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനെ പറഞ്ഞ പേരെന്താണ്? മാറ്റർ വേവ് എന്നാണ് പറഞ്ഞത്. അത് എവ്രി മൂവിങ് മെറ്റീരിയൽ പാർട്ടിക്കിൾ ഈസ് അസോസിയേറ്റഡ് വിത്ത് എ വേവ് ഈസ് നോൺ ആസ് മാറ്റർ വേവ്. ഡി ബ്രോളിയുടെ ഇക്വേഷൻ എന്തിനാണ് ഉപയോഗിക്കുക? ലാംഡ, വേവ് ലെങ്ത് കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് എന്ത്? ഡി ബ്രോളിയുടെ ഇക്വേഷൻ. ഡി ബ്രോളി ഇക്വേഷൻ അനുസരിച്ച് ലാംഡ, വേവ് ലെങ്ത് ലാംഡ ഈക്വൽ ടു h/mv. ലാംഡ ഈക്വൽ ടു h/mv. h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, m മാസ്, v വെലോസിറ്റി. അപ്പോൾ മാസിൻ്റെ വെലോസിറ്റി എന്താണ്? അല്ലെ, മാസിൻ്റെ വെലോസിറ്റി മൊമെൻറ്റം, മാസിൻ്റെ വെലോസിറ്റി ആക്കം അല്ലെങ്കിൽ മൊമെൻറ്റം എന്ന് പറയും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഒന്നുകൂടെ മാറ്റാം. h/മൊമെൻറ്റത്തെ നമ്മൾ p എന്നുള്ള ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. അപ്പോൾ h/p.
അപ്പോൾ ഡി ബ്രോഗ്ലി ഇക്വേഷൻ ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം വി ഓർ എച്ച് ബൈ പി. അത് നമുക്ക് ചെയ്യാനുള്ള ക്വസ്റ്റനിൽ മാസും വെലോസിറ്റിയുമാണ് തരുന്നതെങ്കിൽ നമുക്കിങ്ങനെ എമ്മും വിയും ഉപയോഗിക്കാം. അതേസമയം മൊമെൻറ്റം മാത്രം തരികയാണെങ്കിലോ നമ്മൾ പി എന്നുള്ളത് ഉപയോഗിക്കേണ്ടി വരും. ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം വി ഓർ എച്ച് ബൈ പി. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. എഴുതിക്കോ. കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് ഓഫ് എ ബോൾ, ഒരു പന്തിൻ്റെ എ ബോൾ ഓഫ് മാസ് 0.01 kilogram, മാസ് 0.01 kilogram, moving with a velocity 20 meter per second. മൂവിങ് വിത്ത് എ വെലോസിറ്റി 20 meter per second അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് ആണ് കാണേണ്ടത്, അതായത് ലാംഡ കാണണം. മാസ് തന്നിട്ടുണ്ട് 0.01 kilogram, വെലോസിറ്റി തന്നിട്ടുണ്ട് 20 meter per second. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം വി. അപ്പോൾ ലാംഡ ഈക്വൽ ടു എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, അതിൻ്റെ വാല്യൂ എത്രയാണ്? 6.626 ഇൻറ്റു 10⁻⁻34. 6.626 ഇൻറ്റു 10⁻⁻34 ഡിവൈഡഡ് ബൈ മാസ് എത്രയാ? 0.01 ഇൻറ്റു വെലോസിറ്റി 20. On solving, what we will get? 3.313 into 10⁻⁻33 അത്രയും മീറ്റർ എന്ന് കിട്ടും. 3.313 into 10⁻⁻33 മീറ്റർ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാല്യൂ ഓഫ് വേവ് ലെങ്ത് ഈസ് സോ സ്മോൾ that wave properties of ball cannot be detected. അല്ലേ? വേവ് ലെങ്ത്തിൻ്റെ വാല്യൂ വളരെ ചെറുതായതുകൊണ്ട് അതിൻ്റെ വേവ് പ്രോപ്പർട്ടീസ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്രേ ഉള്ളൂ, വേവ് ലെങ്ത്ത് ലാംഡ കാണാനുള്ള ഇക്വേഷൻ ഡി ബ്രോഗ്ലി ഇക്വേഷൻ എച്ച് ബൈ എം വി അല്ലെങ്കിൽ എച്ച് ബൈ പി. അപ്പോൾ നമുക്ക് മാസും വെലോസിറ്റിയും തന്നിട്ടുണ്ട്. എച്ചിൻ്റെ വാല്യൂ എപ്പോഴും എത്രയാണ്? 6.626 ഇൻറ്റു 10⁻⁻34 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഹിയർ വി ഗോട്ട് 3.313 ഇൻറ്റു 10⁻⁻33 മീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ആൻ ഇലക്ട്രോൺ ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. If an electron is moving with a velocity of എത്രയാ? 6 into 10⁻⁶ meter per second. 6.0 into 10⁻⁶ meter per second. Calculate the wavelength of electron. The wavelength of electron. ഇലക്ട്രോണിൻ്റെ വേവ് ലെങ്ത് കാണണം. ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് വെലോസിറ്റി തന്നാൽ പിന്നെ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കണം അല്ലേ? ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം വി എന്നുള്ള ഇക്വേഷനാണ് ഉപയോഗിക്കുക. അപ്പോൾ വി തന്നിട്ടുണ്ട്, എം തന്നിട്ടില്ല. എന്തുകൊണ്ട് എം തരുന്നില്ല? കാരണം ഇലക്ട്രോൺ പോലെയുള്ളതിൻ്റെ മാസ് നമുക്ക് അറിയണം കേട്ടോ. ഇലക്ട്രോണിൻ്റെ മാസ് എത്രയാ? 9.1 ഇൻറ്റു 10⁻⁻. ഇലക്ട്രോണിൻ്റെ മാസ് 9.1 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം. 10⁻⁻31 കിലോഗ്രാം. എച്ചിൻ്റെ വാല്യൂ നമ്മളിപ്പോൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. 6.626 ഇൻറ്റു 10⁻⁻34.
വെലോസിറ്റി ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സോ ലാംഡ ഈക്വൽ ടു എച്ചിൻ്റെ വാല്യൂ 6.626 into 10 raised to minus 34 divided by mass of electron 9.1 into 10 raised to minus 31 kilogram into velocity is given 6 into 10 raised to 6 into 10 raised to 6 meter per second. അപ്പോൾ നമ്മളത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ലാംഡ ഈക്വൽ ടു സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.21 into 10 raised to minus 10 meter. 1.21 into 10 raised to minus 10 meter. Thus, de Broglie concept is more significant for microscopic particle whose wavelength can be measured. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ നോക്കിയപ്പോൾ എന്തായി? വേവ് ലെങ്ത് നമുക്ക് അത്യാവശ്യം വലിയൊരു വാല്യൂ കിട്ടി. അപ്പോൾ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളുടെ കേസിലാണ് ഈ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആവാം. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റനിൽ നമ്മൾ ബോളിൻ്റെ കേസ് പഠിച്ചു. അവിടെ എന്തല്ല അതിൻ്റെ വാല്യൂ വല്ലാണ്ട് കുറഞ്ഞതുകൊണ്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് മോർ സിഗ്നിഫിക്കൻ്റ് ആവുക എവിടെയാണ്? ഫോർ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോൺ പോലെയുള്ള വളരെ ചെറിയ പാർട്ടിക്കിളിൻ്റെ കേസിലാണ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് മോർ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് മാറാം. ഓക്കെ, our next topic, Heisenberg's uncertainty principle. Heisenberg's uncertainty principle. ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറഞ്ഞത് ഇത്രയാണ്: ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ഡിറ്റർമിൻ ബോത്ത് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് എ മൂവിങ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോൺ സൈമൾട്ടേനിയസ്ലി ആൻഡ് പ്രിസൈസ്ലി. എന്നോട് പറയാം, ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ഡിറ്റർമിൻ, കണക്കാക്കൽ അസാധ്യമാണ്, ഇംപോസിബിൾ ടു ഡിറ്റർമിൻ ദ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് എ മൂവിങ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ പാർട്ടിക്കിൾ, ഏതുപോലെ? ഇലക്ട്രോൺ പോലെ. മൂവിങ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിൻ്റെ പൊസിഷനും മൊമെൻറ്റവും കണക്കാക്കൽ ബുദ്ധിമുട്ടാണ്. എപ്പോൾ? മൂവിങ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ പ്രിസൈസ്ലി ആൻഡ് ആക്യുറേറ്റ്ലി, അല്ലെങ്കിൽ സൈമൾട്ടേനിയസ്ലി ആൻഡ് പ്രിസൈസ്ലി, ഒരേ സമയം വളരെ കൃത്യമായിട്ട് പൊസിഷനും മൊമെൻറ്റവും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മനസ്സിലാക്കാൻ കഴിയില്ല. അതിനെയാണ് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ഡിറ്റർമിൻ ദ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം. ഇംപോസിബിൾ ടു ഡിറ്റർമിൻ the position and momentum of a എന്തിൻ്റെ? മൂവിങ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ, ഓഫ് എ മൂവിങ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോൺ പോലെയുള്ള മൂവിങ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളുകളുടെ. എങ്ങനെ? സൈമൾട്ടേനിയസ്ലി ആൻഡ് പ്രിസൈസ്ലി, ഒരേ സമയം വളരെ കൃത്യമായിട്ട് പൊസിഷനും മൊമെൻറ്റവും കൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല? മനസ്സിലാക്കാൻ കഴിയൂല. ഇതിനെയാണ് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ഡിറ്റർമിൻ ദ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് എ മൂവിങ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോൺ സൈമൾട്ടേനിയസ്ലി ആൻഡ് പ്രിസൈസ്ലി. ഇതിനെയാണ് ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് വിളിക്കാം. ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ നമ്മളോട് ചോദിക്കാറുണ്ട്. ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ, അതാണ് ഡെൽറ്റ എക്സ്. അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം, അതാണ് ഡെൽറ്റ പി. മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഇതാണ്: ഡെൽറ്റ എക്സ് ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. greater than or equal to h/4π. delta x into delta p greater than or equal to h/4π. delta x എന്ന് പറഞ്ഞാൽ uncertainty in position. delta p എന്ന് പറഞ്ഞാലോ uncertainty in momentum. നമുക്കറിയാം മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടെ മാറ്റി എഴുതാം. ഡെൽറ്റ എക്സ്
ഡെൽറ്റ പിക്ക് പകരം എം ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π. ഡെൽറ്റ എക്സ് എം ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π. ഓക്കെ, അപ്പോൾ ഇതാണ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ, എം മാസ്, ഡെൽറ്റ വി അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി, എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, പൈയുടെ വാല്യൂ 3.14. നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. കാൽക്കുലേറ്റ് the uncertainty in velocity of an electron. Uncertainty in velocity. അപ്പോൾ എന്താ കാണേണ്ടത്? ഡെൽറ്റ വി. Uncertainty in velocity of an electron. If the uncertainty in position അത് ഡെൽറ്റ എക്സ് is 1 angstrom. Uncertainty in position 1 angstrom, uncertainty in velocity നമ്മൾ കാണണം. എന്ത് ചെയ്യും? ശ്രദ്ധിക്കേണ്ടത്, ഈ ഇക്വേഷനിലൊക്കെ നമ്മൾ എച്ച് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് എച്ച് ഉപയോഗിക്കുമ്പോൾ അവിടെ മീറ്റർ എന്നുള്ള അളവിലേക്ക് വാല്യൂവിനെ കൊണ്ടെത്തിക്കണം. അപ്പോൾ ആങ്സ്ട്രത്തെ നമ്മൾ മീറ്ററിലേക്ക് മാറ്റുക. അപ്പോൾ എന്താ കിട്ടുക? 1 ആങ്സ്ട്രം എന്ന് പറഞ്ഞാൽ 10⁻⁻10 മീറ്റർ. 1 ആങ്സ്ട്രം എത്രയാണ്? 10⁻⁻10 മീറ്റർ. അപ്പോൾ നമുക്ക് ഡെൽറ്റ വി കാണണം. എന്ത് ചെയ്യാം? ഡെൽറ്റ വി എവിടെ നിർത്തുക? ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്തേക്ക് പോവാം. സോ അവർ ഇക്വേഷൻ ബിക്കംസ് ഡെൽറ്റ വി. പ്രോബ്ലം ചെയ്യുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഴുതാൻ പാടില്ല, ഈക്വൽ ടു തന്നെ എഴുതണം. അത് അൺസർട്ടനിറ്റിയിൽ ഏറ്റവും ചെറിയത് എത്രയായിരിക്കണം? എച്ച് ബൈ 4π ആയിരിക്കണം. അതാണ് ഈ എഴുതിയതിൻ്റെ മീനിങ്. അൺസർട്ടനിറ്റിയിലെ ഏറ്റവും സ്മോൾ വാല്യൂ എത്രയാണ്? എച്ച് ബൈ 4π. അപ്പോൾ ഡെൽറ്റ വി ഈക്വൽ ടു എച്ച് ബൈ 4π ഇൻറ്റു ഡെൽറ്റ എക്സും എമ്മും ഇക്വേഷൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ താഴേക്ക് വരും. ഡെൽറ്റ എക്സ് ഇൻറ്റു എം. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എച്ചിൻ്റെ വാല്യൂ 6.626 ഇൻറ്റു 10⁻⁻34 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു പൈയുടെ വാല്യൂ എത്രയാണ്? 3.14. എപ്പോഴും തന്നെയാണ് 3.14. ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തി 10⁻⁻10 മീറ്ററാണ്. ദെൻ എം തന്നിട്ടില്ല. എന്തുകൊണ്ട് തന്നിട്ടില്ല? നമ്മൾ കാണുന്നത് ആരെയാ? ഇലക്ട്രോണിൻ്റെ മാസം എത്രയാണ്? 9.1 ഇൻറ്റു 10⁻⁻31. 9.1 ഇൻറ്റു 10⁻⁻31. അപ്പോൾ നമ്മൾ എമ്മും കിട്ടി. അപ്പോൾ ഇതൊക്കെ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് വി ഗെറ്റ് 5.77 ഇൻറ്റു 10⁻⁵. 5.77 ഇൻറ്റു 10⁻⁵ മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി അല്ലേ? ആ 5.77 ഇൻറ്റു 10⁻⁵ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട പ്രോബ്ലം നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. നോക്കൂ, നമ്മൾ ഡി ബ്രോളി ഇക്വേഷനും അതേപോലെ തന്നെ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ രണ്ട് പ്രിൻസിപ്പിളിൻ്റെ, ഡി ബ്രോളി പ്രിൻസിപ്പിളിൻ്റെയും ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു പുതിയ ആറ്റം മോഡൽ ഉണ്ടായി. ആ ആറ്റം മോഡലിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. ആ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം എവിടെ നിന്നുണ്ടായതാ? ഫ്രം ഡി ബ്രോളി പ്രിൻസിപ്പിൾ ആൻഡ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഈ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ ബേസിസ്, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായൊരു ഇക്വേഷനാണ്. ആ ഇക്വേഷൻ്റെ പേര് ശ്രോഡിംഗർ വേവ് ഇക്വേഷൻ. ആ ഇക്വേഷൻ്റെ പേരെന്താണ്? ശ്രോഡിംഗർ വേവ് ഇക്വേഷൻ. ശ്രോഡിംഗർ വേവ് ഇക്വേഷൻ. ശ്രോഡിംഗർ വേവ് ഇക്വേഷൻ ഇത്രയാണ് പറഞ്ഞത്: എച്ച് ക്യാപ്പ് സൈ ഈക്വൽ ടു ഇ സൈ. ഇതാണ് ശ്രോഡിംഗർ വേവ് ഇക്വേഷൻ. എച്ച് ക്യാപ്പ് സൈ ഈക്വൽ ടു ഇ സൈ. എച്ച് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ ആണ്. ആ എച്ച് ക്യാപ്പിന് പറഞ്ഞ പേരാണ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. എച്ച് ക്യാപ്പ് ഈസ് കോൾഡ്
ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. psi എന്ന് പറയുമ്പോൾ വേവ് ഫങ്ഷൻ. psi വേവ് ഫങ്ഷൻ. വേവ് ഫങ്ഷനെയാണ് നമ്മൾ psi എന്ന് പറയുക. പ്രത്യേകിച്ചൊരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസോ മീനിങ്ങോ ഒന്നും ഇല്ലാത്തൊരു സാധനമാണ് വേവ് ഫങ്ഷൻ. അതൊരു വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ മാത്രം കാണിക്കുന്നൊരു വസ്തുവാണെന്ന് psi. E എന്ന് പറഞ്ഞാൽ എനർജി. E എന്താണ്? എനർജി. നോക്കാം, psi എന്നുള്ളതിന് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിലും നമ്മളതിൻ്റെ സ്ക്വയർ എടുത്തു എന്ന് വിചാരിക്കാം. psi സ്ക്വയർ എടുക്കാം. psi സ്ക്വയർ ആണെങ്കിൽ അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ന്യൂക്ലിയസിന് ചുറ്റും അല്ല ഇലക്ട്രോൺ ഇങ്ങനെ ഓർബിറ്റിൽ കറങ്ങുന്നു നമുക്കറിയാം. അവിടെ എവിടെയാണോ മാക്സിമം പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ, ഇലക്ട്രോണെ കാണാൻ കൂടുതൽ സാധ്യതയുള്ളത് എവിടെയാണോ ആ സ്ഥലത്തെയാണ് എന്ത് സൂചിപ്പിക്കുക? psi സ്ക്വയർ. ദാറ്റ് ഈസ് psi സ്ക്വയർ ഗീവ്സ് ദ മാക്സിമം പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ അറൗണ്ട് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റുഭാഗത്തും കൂടുതൽ ഇലക്ട്രോണെ കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെ നമുക്ക് ആര് തരുന്നു? psi സ്ക്വയർ തരുന്നു. അപ്പോൾ ഇതാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ ബേസ്. പിന്നെ നമ്മൾ മനസ്സിലാക്കിയ രണ്ട് കൺസെപ്റ്റുകൾ ഓർബിറ്റും ഓർബിറ്റലും നമ്മൾ മനസ്സിലാക്കിയതാണ്. എന്താണ് ഈ ഓർബിറ്റും ഓർബിറ്റലും? ഓർബിറ്റ് എന്ന് പറയുമ്പോൾ മെയിൻ എനർജി ഷെല്ല് അല്ലെ, മെയിൻ എനർജി ലെവലുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഓർബിറ്റ്, അതായത് ഷെല്ല് എന്ന് പറയുന്നത്. ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ സബ് ഷെല്ലുകളാണ്. സബ് ഷെൽ അല്ലെ, SPDF തുടങ്ങിയ സബ് ഷെല്ലുകളെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഓർബിറ്റും ഓർബിറ്റലും ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഓർബിറ്റ് ഹിയർ, ഓർബിറ്റൽ. ഓർബിറ്റ് നമ്മളൊന്ന് മനസ്സിലാക്കുകയാണ്. ഓർബിറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് സർക്കുലർ പാത്ത് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ വിച്ച് ഇലക്ട്രോൺ റിവോൾവ്. അല്ല, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുന്ന ആ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കൃത്യമായ നിർവചിച്ചിട്ടുള്ള ആ സർക്കുലർ പാത്തിനെയാണ് എന്തെന്ന് വിളിക്കുക? ഓർബിറ്റ്, അതായത് ഷെല്ല് എന്ന് വിളിക്കുക. ഓർബിറ്റൽ എന്ന് പറഞ്ഞാലോ ഇറ്റ് ഈസ് എ 3-dimensional റീജിയൻ അറൗണ്ട് ദ ന്യൂക്ലിയസ് കേട്ടോ. ഇതും സെയിം സാധനം തന്നെയാണ്. 3-dimensional റീജിയൻ അറൗണ്ട് ദ ന്യൂക്ലിയസ് വേർ ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ ഈസ് മാക്സിമം. ഇലക്ട്രോൺ ഏത് ഭാഗത്ത് കാണുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ് ഓർബിറ്റൽ. അത് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ മെയിൻ എനർജി ലെവൽ ഷെല്ല് KLMN ഷെല്ലുകളാണ്. അതായത് ഇറ്റ് ഈസ് എ സർക്കുലർ പാത്ത് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ വിച്ച് ഇലക്ട്രോൺ റിവോൾവിങ്, അതിൽ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യും, അതാണ് ഓർബിറ്റ്. ഓർബിറ്റൽ എന്ന് പറഞ്ഞാലോ 3-dimensional റീജിയൻ അറൗണ്ട് ദ ന്യൂക്ലിയസ്. ഇത് സർക്കുലർ പാത്ത് അറൗണ്ട് ദ ന്യൂക്ലിയസ്. ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ 3-dimensional റീജിയൻ, 3-dimensional റീജിയൻ around the nucleus where probability of finding electron is maximum. ഇലക്ട്രോണെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏതിൽ? ഓർബിറ്റലിൽ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓർബിറ്റ് എന്നുള്ളത് ഒരു 2-dimensional കൺസെപ്റ്റാണ്. ഓർബിറ്റ് എന്താണ്? ഒരു 2-dimensional ആണ്. ഓർബിറ്റൽ എന്നുള്ളതോ 3-dimensional. ഓർബിറ്റൽ ഈസ് 3-dimensional. പിന്നെ എല്ലാ ഓർബിറ്റുകൾക്കും ഒരേ ഷേപ്പാണ്. ഓൾ ഓർബിറ്റ്സ് ആർ സർക്കുലർ ഷേപ്പ്. ഓർബിറ്റുകളുടെ ഒക്കെ ഷേപ്പ് സെയിം ആണ്. ഓൾ ഓർബിറ്റ്സ് ആർ സർക്കുലർ ഷേപ്പ്. സർക്കുലർ ഷേപ്പ്. അതേസമയം ഓർബിറ്റലുകൾക്ക് വ്യത്യസ്ത ഷേപ്പ് ഉണ്ടാവും. ഇപ്പോൾ സപ്പോസ് എസ് ഓർബിറ്റൽ ആണെങ്കിൽ അതിൻ്റെ ഷേപ്പ് എന്താ? സ്ഫെറിക്കൽ ഷേപ്പ്. എസ് ഓർബിറ്റൽ സ്ഫെറിക്കൽ ഷേപ്പ്. പി ഓർബിറ്റൽ ആണെങ്കിലോ ഡംബൽ ഷേപ്പ്. പി ഓർബിറ്റൽ ഡംബൽ ഷേപ്പ്, സബ്ഷെല്ല് കേട്ടോ. പി ഓർബിറ്റൽ ഡംബൽ ഷേപ്പ്. ഡി ഓർബിറ്റലോ ഡബിൾ ഡംബൽ ഷേപ്പ്. ഡി ഓർബിറ്റൽ ഡബിൾ ഡംബൽ ഷേപ്പ്. ഡബിൾ ഡംബൽ ഷേപ്പ്. അതായത് ഓർബിറ്റലുകൾക്ക് വ്യത്യസ്ത ഷേപ്പ് ഉണ്ടാകും, ഓർബിറ്റുകൾക്ക് ഷേപ്പ് എപ്പോഴും സെയിം ആയിരിക്കും. പിന്നെ ഓർബിറ്റ്സ് ഡു നോട്ട് ഹാവ് എനി ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ്. ഓർബിറ്റുകൾ
എക്സ് ആക്സിസ് വൈ ആക്സിസ് അങ്ങനൊന്നുമില്ല, ഒക്കെ ഒരേപോലെ. ഓർബിറ്റ്സ് ഡു നോട്ട് ഹാവ് എനി ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ്. ഓർബിറ്റലാണെങ്കിലോ ഇറ്റ് ഹാവ് ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ് എക്സെപ്റ്റ് എസ് ഓർബിറ്റൽ. എസ് ഓർബിറ്റലിന് ആ ഒരു സ്പെറിക്കൽ ഷേപ്പ് മാത്രമേ ഉണ്ടാവും. ബാക്കി എല്ലാവർക്കും എന്തുണ്ടാവും? പി എക്സ്, പി വൈ, പി സെഡ്, ഡി എക്സ് വൈ, ആ രൂപത്തിലേക്ക് എക്സും വൈയും ആക്സിസുകൾക്ക് പ്രാധാന്യം കൊടുക്കും. അപ്പോൾ ഇതെന്താണ്? നോൺ ഡയറക്ഷണലാണ്. ഓർബിറ്റ്സ് നോൺ ഡയറക്ഷണൽ. ഓർബിറ്റലുകളോ ഡയറക്ഷണൽ. ഓർബിറ്റൽസ് ആർ ഡയറക്ഷണൽ എക്സെപ്റ്റ് ആരില്ല? എക്സെപ്റ്റ് എസ് ഓർബിറ്റൽ. എസ് ഓർബിറ്റൽ ഒഴികെ ബാക്കിയൊക്കെ എന്താണ്? ഡയറക്ഷന് പ്രാധാന്യം കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഓർബിറ്റലും ഓർബിറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ.